ശബരിമലയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ വളരെ ഗൗരവമുള്ളതാണ്. നമ്മളെയൊക്കെ വല്ലാതെ അതിശയിപ്പിക്കുകയും ചെയ്യുന്നത്. അതായത് ദേവന്റെ സ്വത്തെന്ന് പറയുന്നത് ദേവസ്വത്തിനുള്ളതാണ്, അല്ലെങ്കിൽ പൊതുസ്വത്താണ്. ആ പൊതുസ്വത്ത് തന്ത്രി സ്വന്തം വകയായി എടുത്തുകൊണ്ടു പോകുന്നു. വാജിവാഹനം കൊണ്ടുപോകാൻ പാടില്ല എന്ന് 2012 മാനുവലിൽ ഉള്ളത് ആ റിപ്പോർട്ട് വരെ ലംഘിച്ച്, അല്ലെങ്കിൽ അതിനെ പോലും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് തന്ത്രി ഇത് വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. തന്ത്രി എടുത്തുകൊണ്ട് പോകുന്നതും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ അതിനെ തൊട്ട് വണങ്ങുന്നതും ഒക്കെ ഇപ്പോ മാധ്യമങ്ങളിലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ CPM ആണ് പോറ്റിയെ കയറ്റിയ സ്വർണം കെട്ടവൻ ആരപ്പ, സഹാക്കളാണ് അയ്യപ്പ എന്ന് പാടിപ്പിച്ച കോൺഗ്രസ് ഇപ്പോൾ സ്വർണം കെട്ടവരാരപ്പ ഞങ്ങളാണ് എന്ന് UDF ഇപ്പോൾ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അതായത് ഒരു അംശം CPMന്റെ ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ 100ൽ 99 പോയിരിക്കുന്നത് കോൺഗ്രസിലേക്കാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. 100 സീറ്റൊക്കെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, പക്ഷെ വിശ്വാസികൾ ഇതെല്ലാം കാണുന്നുണ്ട് എന്നുള്ളതും കൂടി കോൺഗ്രസ് മനസ്സിലാക്കണ്ടേ. കോടതി മെനക്കെട്ടിരിക്കുക, കോടതി രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുക. നമ്മളൊക്കെ പറഞ്ഞ ഞാൻ BS സാറോട് പറയാറുണ്ട്, ഇതിപ്പോൾ ഈ അന്വേഷണം പോരാ, കോടതി പറഞ്ഞ് 98 തൊട്ട് അന്വേഷിക്കണം. 98 തൊട്ട് അന്വേഷിക്കണമെന്ന് പറയുന്നതിനകത്തൊരു കാര്യമുണ്ട് സാറേ. നമ്മൾ അന്ന് കേട്ട, ഞാൻ ആദ്യം നമ്മൾ ഈ ടോക്ക് തുടങ്ങുമ്പോൾ ഒരു കാര്യം പറയുന്നത്, ഈ വിജയമല്യയുടെ സ്വർണം പൂശലിനകത്ത് അന്നൊരു ആക്ഷേപം വന്നായിരുന്നു. കാരണം വിജയമല്യ അവിടുന്ന് വളരെ പഴക്കമുള്ള തകിടുകൾ എടുത്തുകൊണ്ട് പോയിട്ട് വേറെ തകിടുകൾ വെച്ചിട്ട് സ്വർണം പൂശിയെന്നാണ് പറയുന്നത്. ആ തകിടുകൾക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ ആൻറ്റിക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ, ഈ തകിടുകൾക്ക് ചില പ്രത്യേകതയുള്ള തകിടുകളാണ്, പ്രത്യേക കൂട്ടാണ്. ഇതിന് കോടികളുടെ കിട്ടുമായിരുന്നു. അതിനുവേണ്ടി തന്നെയാണ് ഈ പറയുന്ന ശബരിമല മൊത്തവും സ്വർണം പൂശുന്ന ഈ പ്ലാനിങ് വിജയമല്യ ഉണ്ടാക്കിയെന്നുള്ള രീതിയിലേക്ക് ഒരു ആക്ഷേപം വന്നു. അതൊന്നും ആരും കേട്ടതുമില്ല. ആ ഒരു വാർത്ത വന്നതുപോലെ പോവുകയും ചെയ്യും. പിന്നെ വിജയമല്യ എന്തുവായാലും അയ്യപ്പൻ്റെ കളിയാണ്, വിജയമല്യയുടെ കുഴപ്പം കൊണ്ടാണ്. വിജയമല്യ ഇപ്പം നാട്ടിലില്ല, ഇവിടെ വരാനും പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞത്, അപ്പം അന്ന് തൊട്ടേ ദുരൂഹമാണ്. പക്ഷെ അതാരും വിശ്വസിക്കുന്ന ഒരു അവസ്ഥയിൽ ഇന്നത്തെ കൂട്ടി യൂട്യൂബ് ചാനലുകളോ അല്ലെങ്കിൽ ഇതുപോലെ കോടതി വന്നതിൻ്റെ പുറകിൽ തെളിവില്ലാത്തതുകൊണ്ടോ അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല, ഒക്കെ ചെയ്യുമോ അയ്യപ്പൻ്റെ അല്ലേ എന്നൊക്കെ പറയും. അന്ന് ഈ തന്ത്രിയുടെ അച്ഛനായിരുന്നു കൊടുത്തത്. അന്നേ അദ്ദേഹം പറഞ്ഞു, ഇവിടെ വെച്ച് ചെയ്യണത്, അമ്പലത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ കാര്യങ്ങളൊന്നും പുറത്തു കൊണ്ടുപോകാൻ പറ്റില്ല. ഈ നിയമം എല്ലാവരും ഉണ്ടാക്കിയത്. അതിനുശേഷമാണല്ലോ ഈ 98 ഞാൻ പറഞ്ഞ കോടതി ഇതിൻ്റെ പുറകിൽ നിന്ന് 98 തൊട്ട് അന്വേഷിക്കണം. അപ്പോൾ അപ്പം പറയുന്നത് 98 വേണ്ട, ഞാനിരുന്നപ്പോൾ 2017 അല്ലെങ്കിൽ 2019 ആണല്ലോ ഇതൊക്കെ നടന്നു പറയുന്നത്. നിങ്ങളെ പോറ്റി എന്ന് കയറിയെന്ന് നോക്ക്, അന്ന് തൊട്ട് ഉള്ള മന്ത്രിമാരും തന്ത്രിമാരും മറ്റവരും മറിച്ചവരും ഒക്കെ ചെയ്ത കാര്യങ്ങൾ നോക്ക്. അപ്പം നമ്മളിപ്പോൾ പരിശോധിക്കുമ്പോൾ ശബരിമല 18-ാം പടിയിലും കൊള്ള നടന്നിട്ടുണ്ട്, കൊടിമരത്തിനകത്തും കൊള്ള നടന്നിട്ടുണ്ട്. അത് മാറ്റുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇപ്പം ഏറ്റവും അവസാനം വരുന്നതെന്ന് പറഞ്ഞാൽ തന്ത്രി ഇത് മോഷ്ടിച്ചെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അല്ലെങ്കിൽ മോഷ്ടിക്കാൻ ഈ കോൺഗ്രസ്സുകാർ കൂട്ടുനിന്നു പറയേണ്ടി വരും. അത് പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ കാലത്ത്, അജയ് തയ്യറുടെ കാലത്ത് ഈ പറയുന്ന വാജിവാഹനം കൊടുത്തിരിക്കുന്നു. 2012 ഈ വാജിവാഹനം ഇതുപോലെ ദേവസ്വം ബോർഡിൻ്റെ അമ്പലത്തിൻ്റെ പ്രധാനപ്പെട്ട സ്വത്തുക്കൾ ഇതുപോലെ ഞങ്ങളുടെ അവകാശത്തിൽ പെട്ടതാണെന്ന് തന്ത്രിമാർ പറയുന്നു. അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ തന്തയാനാകുമ്പോൾ പിന്നെ എല്ലാം അവരുടെയാണല്ലോ. അമ്പലത്തിൻ്റെ തന്തയാണെന്ന് തന്ത്രിമാർ പറയാൻ തുടങ്ങിയാൽ എന്ത് വന്നാലും അവരുടേതാണ്. ഏറ്റവും അവസാനം വിഗ്രഹത്തിൻ്റെ വരെ കസ്റ്റോഡിയൻ അല്ലെങ്കിൽ മുതലാളി അല്ലെങ്കിൽ ആ രീതിയിലേക്ക് വർത്തമാനം പറയുന്നത് കൊണ്ടായിരിക്കും 2012 ഈ ഒരു അവസ്ഥ ഉണ്ടാകും. ഇത്തരത്തിൽ കാര്യങ്ങൾ പറയാൻ സാധ്യതയുണ്ട്. വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇവർ അവസരോചിതമായിട്ട് കൈയടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദേവസ്വം ബോർഡ് ആയിരിക്കണം. അപ്പൊ അതുകൊണ്ടാണ് അതിനൊരു തടയിടാൻ വേണ്ടി 2012 ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവരും. ഈ നിയമം നിൽക്കുമ്പോഴും ആരെ സൂചിപ്പിക്കാനാ സാറേ? അജയ് തറയിൽ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരനാണല്ലോ, KPCയുടെ ജനറൽ സെക്രട്ടറി. ആരാണ് ഈ പറയുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ അയ്യപ്പ എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി നടന്നത്. പുള്ളിക്കാരെ അതിനകത്ത് ബോധ്യപ്പെടുത്താൻ ആരോടും കോൺഗ്രസ് പാർട്ടിയോട് കാണും. അല്ലെ തന്ത്രിക്ക് അതില്ലെങ്കിൽ ദേവസ്വത്തിൻ്റെ സ്വത്തെടുത്ത് കൊടുക്കുന്നതിനകത്ത് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു നിയമം ഉണ്ടാക്കി പോലും സാധ്യത അടയ്ക്കാൻ വേണ്ടി ചെയ്തപ്പോൾ അതിൻ്റെ മറികടന്ന് കൊടുക്കേണ്ട കാര്യമൊന്നും. അപ്പോൾ ഇതിനകത്തൊരു കൊള്ള, നമ്മൾ ഈ പറഞ്ഞതുപോലെ പപ്പൻ പറഞ്ഞതുപോലെ മിണ്ടാതിരിക്കുമ്പോൾ കോൺഗ്രസിനകത്ത് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഈ പിയേഴ്സൺ മാസ്റ്ററൊക്കെ ചർച്ച ചെയ്തതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ജയിക്കാൻ വേറെ ഒന്നും വേണ്ട, ഒരഴിമതിയും വേണ്ട, ശബരിമല കൊള്ള മാത്രം ചർച്ച ചെയ്താൽ മതിയാകും. അത് നടത്തിയത് ആരാണെങ്കിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ മാത്രമാണെങ്കിൽ, അകത്ത് കിടക്കുന്നത് അവർ മാത്രമാണല്ലോ. കോൺഗ്രസിൻ്റെ ആൾക്കാർ ഉത്തരവാദിത്തപ്പെട്ടവരെ ആരെ അകത്ത് കൊണ്ടുപോയിട്ടില്ല. അതിനുവേണ്ടി ഒരു പക്ഷേ ഈ മാർക്സിസ്റ്റ് പാർട്ടി പോലും ശ്രമിക്കുന്നില്ല.
അല്ലെങ്കിൽ SIT ചെയ്യാൻ ശ്രമിക്കുന്നില്ല. നമ്മൾ പറയുമ്പോൾ ഏറ്റവും അവസാനത്തെ നേതാക്കന്മാരായിട്ടുള്ള KC വേണുഗോപാൽ പോറ്റി കയറിയ സമയത്ത് ദേവസ്വം ബോർഡ് മന്ത്രിയായതാ കാർത്തികേയന്റെ കാലത്ത്. കാർത്തികേയനെ മാറ്റിയിട്ട് ദേവസ്വം ബോർഡ് മന്ത്രിയായതാ. നമുക്ക് സംശയിക്കാം, പോയിട്ട് 2004 അംഗീകരിക്കുന്നത് 98 തൊട്ട് അന്വേഷിക്കാം. ഞാൻ 2004 തൊട്ട് പപ്പൻ പറഞ്ഞ അതിനുശേഷം നടന്നതാണ് ഈ പറഞ്ഞ വാജിവാഹനം ഉൾപ്പെടെ കൊള്ള, ശബരിമല 18-ാം പടിയുടെ പ്രവർത്തനം, ഈ പറയുന്ന കൊടിമരത്തിന്റെ പ്രവർത്തനം, ഇതിനകത്തെല്ലാം കൃത്യമായ അഴിമതി, വളരെ കൃത്യമായിട്ട് അവിടുത്തെ നിയമങ്ങളെല്ലാം ലംഘിച്ച് അല്ലെങ്കിൽ കോടതി വെച്ചിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കാതെ ഒക്കെ ഇവരുടെ താല്പര്യത്തിനനുസരിച്ച് നടന്നു എന്ന് പപ്പൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് കോടതി ഇപ്പം അന്വേഷിക്കാൻ പറഞ്ഞത്. കോടതിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ കോടതി ഉറക്കെ പറഞ്ഞു. കടൽ കടന്നിട്ടുണ്ടോ നിങ്ങൾ അന്വേഷിക്കണം, അല്ലെങ്കിൽ ഇതിനകത്ത് ഈ കൊണ്ടുപോയ സാധനമാണോ തിരിച്ചു വന്നത് നിങ്ങൾ അന്വേഷിക്കണം. അപ്പൊ എല്ലാ രീതിയിലും കോടതി ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരുന്നാൽ പോലും ചവിട്ടി പിടിക്കുന്നു. ആർക്ക് വേണ്ടി? അതായത് രാഷ്ട്രീയ പാർട്ടിക്കകത്ത് മുതലെടുപ്പ് ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നതാണല്ലോ രാഷ്ട്രീയ പാർട്ടി, എതിർ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി പറയുന്നത്. അതിനകത്ത് ഇത്രയും സാധ്യതയുള്ളൊരു കാര്യം പറഞ്ഞിട്ട് കോൺഗ്രസ് ശബരിമല കൊള്ളയിൽ ഇടപെടാതിരിക്കുന്നത് എന്തുകൊണ്ട്? BJP ഒരു പരുവത്തിന് പോകുന്നത് എന്തുകൊണ്ട്? അതുകൊണ്ട് ഈ കൊള്ളയ്ക്കകത്ത് എല്ലാവരും ഉണ്ടാകുന്ന ഒരു കാർട്ടിൽ തന്നെയാണ്. ഒരു കാര്യം ചോദിച്ചു, ഇപ്പൊ സാറ് പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കൊണ്ടുപോയതൊക്കെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഇതൊക്കെ ഒറിജിനൽ ആണോ എന്ന് നമുക്കറിയില്ല. കാരണം ഇതൊക്കെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വലിയ വിലയും, കോടികൾ, ഇവിടെ 100 രൂപയാണെങ്കിൽ അവിടെ 1000 കോടിക്കൊക്കെ വിലയുള്ളതാണ്. ഈ തന്ത്രി മോഷ്ടിച്ചുകൊണ്ട് പോയ, അങ്ങനെ തന്നെ പറയേണ്ടി വരും, മോഷ്ടിച്ചുകൊണ്ട് പോയ വാജിവാഹനം എന്തായാലും വീട്ടിൽ കൊണ്ട് വെക്കാനായിരിക്കില്ല. ഇത് തിരിച്ചു കൊണ്ടുവന്നത് ഈ ഒറിജിനൽ വാജിവാഹനം തന്നെയാണോ എന്ന് നമുക്ക് ഉറപ്പുമില്ല. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ തന്ത്രി സ്വന്തം ഇഷ്ടപ്രകാരം കൊണ്ടുപോയിട്ടുണ്ടാകാം. നമ്മളിപ്പോ ഈ കഥകളിങ്ങനെ കേട്ട് വരുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ശബരിമല എന്നും ഇവരുടെ എല്ലാവരുടെയും അഴിമതി കേന്ദ്രമായിരുന്നുള്ള, അമ്പലവാസികൾ മുഴുവൻ ഇങ്ങനെ കട്ടു തന്നെയായിരുന്നു. പണ്ട് നമ്മളുടെ ഓട്ടംതുള്ളൽ വിദഗ്ധം പറഞ്ഞ പോലെ, കുഞ്ഞതുമ്പേര് പറഞ്ഞ പോലെ അമ്പലവാസികളൊക്കെ കട്ട് തന്നെയാണ്. അത് ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ അന്നത്തെ ചെറിയ കളവുകളായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, കോടികളാണ്. ഈ കേസ് ആരംഭിക്കുന്ന സമയത്ത് തന്നെ, ഈ കേസ് തുറക്കുന്ന സമയത്ത് കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട വാചകം എന്തായിരുന്നു? ഇതിൽ അന്താരാഷ്ട്ര ആൻറ്റിക്കൊള്ളക്കാരുണ്ടോ, അതായത് പുരാവസ്തു കൊള്ളക്കാരിൻ്റെ പിന്നിലുണ്ടോ എന്ന് അന്വേഷിക്കണം എന്നുള്ള പറഞ്ഞിരുന്നത്. കാരണം ഇതിൻ്റെ മൂല്യം എപ്പോഴും പുരാവസ്തു മൂല്യമാണ്. അതാണ് കോടികളാവുന്നത്, സ്വർണത്തിൻ്റെ മൂല്യം അല്ലാതെ. അപ്പോൾ ഈ കോടികൾ വരുന്ന ഈ സാധനങ്ങൾ ഇവിടെ നിന്ന് അടിച്ചുകൊണ്ട് പോകുന്നതിന് വേണ്ടി നിരന്തരമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, നിരന്തരമായി അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ കോടതിക്കും നാട്ടുകാർക്ക് വിട്ടുകളെ, കോടതിക്ക് സംശയം തോന്നിയെന്നാണ്. കൊടിമരം പൊളിച്ച് പുതിയ കൊടിമരം ഉണ്ടാക്കാനായിട്ട് പറഞ്ഞ കാരണം എന്താണ്? കൊടിമരത്തിന് ഉറുമ്പരിച്ചു എന്നാണ്. ഏത് കൊടിമരമാണ്? മരമല്ല, കോൺക്രീറ്റ് കൊടിമരം ഉറുമ്പരിക്കുന്നു എന്നുള്ള കണ്ടുപിടുത്തം ഇവന്മാർ നടത്തിക്കളഞ്ഞു. എന്നിട്ട് അതൊക്കെ എഴുതി വെച്ചിട്ട് ആ സാധനമൊക്കെ പൊളിച്ചു. അതിൻ്റെ കൊള്ള എത്രയാണെന്നുള്ള കാര്യം ആർക്കും പറയാൻ പാടില്ല. ഒരു കാര്യം മാത്രമാണ് അതിൻ്റെ അകത്ത് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്ന, വാജിവാഹനം എടുത്തുകൊണ്ട് വരുന്നു. അത് അയാൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പാടില്ല എന്ന ഓർഡർ 2012 തന്നെ ദേവസ്വം ബോർഡ് തന്നെ ഒരു വലിയ മാനുവൽ ഉണ്ടാക്കി ആ മാനുവലിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് അതെടുത്തുകൊണ്ട് പോയത് അത് കളവായിട്ട് തന്നെ വരും. അത് കൊടുത്തയച്ച ആളുകൾ എന്തിനായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. അവർ പല ന്യായമൊക്കെ പറയുന്നുണ്ട്. താന്ത്രിക വിധി പ്രകാരമൊക്കെയാണ്. ഇങ്ങനെ ഒരുപാട് താന്ത്രിക വിദഗ്ധരും പണിക്കന്മാരും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി എന്ത് ചെയ്യാണ്? ആളുകളെ പറ്റിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള താന്ത്രിക പരിവേഷം എല്ലാ കൊള്ളക്കും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, തന്ത്രിയെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഈ തന്ത്രിയുടെ വീട്ടിലേക്ക് ആലപ്പുഴയിൽ BJP നേതാക്കന്മാരെ അരച്ചു കയറുന്ന വാർത്ത നമ്മൾ കണ്ടിട്ടില്ലേ? ഇപ്പൊ അവരുടെ തിരുത്തി ഞങ്ങൾ തന്ത്രിയെ തെറ്റുകാരനാക്കി കൂടില്ലെന്ന്. അതെ, കാരണം കള്ളനെ ന്യായീകരിച്ച നിലനിൽപ്പില്ല. രാഷ്ട്രീയക്കാരെ പിന്നെ എന്ത് ചെയ്യാനാണ്? ഈ കള്ളനെ സപ്പോർട്ട് ചെയ്യാൻ 2-3 പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ, ശബരിമലയിലെ തന്ത്രി എന്ന് പറയുന്നത് ഇങ്ങനെ മോഷണം നടത്തുന്ന ഒരാളാണ് എന്ന് വരുന്നത് വിശ്വാസികൾക്കും വിശ്വാസികളുടെ ഈ പുരോഹിത വർഗത്തിനും പൂണൂലിട്ട വർഗത്തിനും മുഴുവനും നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. എല്ലാ തന്ത്രികളെയും എല്ലാ പുരോഹിതന്മാരെയും ആളുകൾ ഇനി സംശയിച്ച് നിർത്തി അല്ലേ? കാരണം ഇവർ സാധാരണ എല്ലാ സ്ഥലത്തും, നമ്മുടെയൊക്കെ നാട്ടിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ വീട്ടിൽ പൂജ നടത്തുന്നതിനൊക്കെ വേണ്ടി ഇവർ കൊടുക്കുന്ന ലിസ്റ്റും
അതിനെ അനുസരിച്ച് അവരെ കൊണ്ട് പണം ചെലവഴിക്കുന്ന കണ്ടാൽ നമുക്ക് ഞെട്ടിപ്പോകും. അതെ ഒരു മര്യാദയില്ല, ഒരു മര്യാദയില്ല. കൊള്ളയാണ് എല്ലാ വീടുകളിലും നടന്ന് ഇവര് കൊള്ളയടിക്കുന്നത്. അത് ബലപ്പെടാനുള്ള സാധ്യത ഇപ്പോൾ വളരെ കൂടുതലാണ്. ഇതാണ് ഇവരുടെ പരിപാടി എന്ന് പറയുന്നത്. ഇവര് മോക്ഷം കിട്ടുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ദൈവത്തിലേക്ക് അങ്ങനെ തന്നെ ഉയർത്തപ്പെടുന്നതിന് വേണ്ടി നടത്തുന്ന പ്രക്രിയ ഒന്നുമല്ല. കൊള്ളയടിച്ച് പണം ഉണ്ടാക്കുക, അതിനുള്ള പുതിയ രൂപമായി ഇത് മാറിയിരിക്കുകയാണ്. ഇത് വിശ്വാസത്തെ മുൻനിർത്തി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന BJPക്ക് വലിയ വെല്ലുവിളിയാണ്. അതെ, ഉറപ്പായിട്ടും. അപ്പോൾ BJPക്കും കോൺഗ്രസിനും CPMനും ഒരേപോലെ വെല്ലുവിളിയായി ഇത് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. ആളുകൾക്ക് അമ്പരന്ന് അന്തം വിട്ട് നിൽക്കുകയാണ്. ഇതാണ് ഈ രാജ്യത്ത് നടക്കുന്നത് എന്നുള്ളൊരു വലിയ പ്രശ്നം ഇത് ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കണം ആരും കാര്യമായിട്ടുള്ള സമരങ്ങളും ബഹളമൊന്നും ഉണ്ടാക്കാൻ നടക്കുന്നത്. കാരണം ആർക്കും സമരം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. തീർച്ചയായിട്ടും സമരം ചെയ്ത് വരുമ്പോഴാണ് ചോദിക്കുന്നത്, അയ്യോ അയ്യപ്പ നീ ഇത് എവിടെ നിന്നാണ് വരുന്നത്. അല്ല, ഇതിനകത്ത് ഇതിനകത്ത് വലിയൊരു കുഴപ്പമുണ്ട്. ഇതിനകത്ത് കോടതി ആഗ്രഹിക്കുന്നത് പോലെ നിഷ്പക്ഷമായിട്ട് ആരുടെയും മുഖം നോക്കാതെ ആരും പറയുന്നത് കേൾക്കാതെ ഒരു അന്വേഷണം നടത്താമെങ്കിൽ 98 അന്വേഷണം വരാമെങ്കിൽ തല പൊട്ടി തെറിച്ചു പോകും നമ്മുടെ ഉൾപ്പെടെ. കാരണം ഇത് കേട്ട് ഇതൊക്കെ സംഭവിച്ചോ, ഇങ്ങനെയൊക്കെ സംഭവിക്കാമോ, അല്ലെങ്കിൽ ഇത്തരത്തിലൊക്കെ നടത്താമോ, അതും അതേ രീതിയിലേക്ക് വരും. അതെ അതെ, കോൺഗ്രസ്സുകാരുണ്ടാകും, BJPക്കാരുണ്ടാകും. അതുകൊണ്ടാണ് അവർ മിണ്ടാത്തത്, അതുകൊണ്ടാണ് അനങ്ങാത്തത്. ഏതെങ്കിലും സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പർവ്വതീകരിച്ച് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കി അധികാരത്തിൽ വരാൻ നിൽക്കുന്ന ആൾക്കാർ എല്ലാ പാർട്ടിക്കകത്തും ഉള്ളപ്പോൾ ഏറ്റവും സാധ്യതയുള്ള ഒരു സംഭവമായിട്ട് പോലും കോൺഗ്രസ് അനങ്ങുന്നില്ലെങ്കിൽ അതിനകത്ത് കോൺഗ്രസിനെ അനങ്ങാൻ പറ്റാത്ത പോലും പ്രമുഖർ തന്നെ ഉണ്ട്. BJP അനങ്ങുന്നുണ്ടെങ്കിൽ അതിനകത്ത് കാര്യമുണ്ട്. അതായത് വെളിയിൽ വന്നാൽ മൊത്തത്തിൽ, അതായത് പ്രത്യക്ഷത്തിൽ പെട്ട് കിടക്കുന്ന CPM ആണെങ്കിലും അതാണ് പിണറായി വിജയൻ വളരെ ധൈര്യത്തെ നിൽക്കുന്നത്. വരട്ടെ എന്നെ കുടിക്കാൻ പിണറായി വിജയൻ അറിയാം, വരട്ടെ. പിണറായി വിജയൻ പപ്പനി ക്ലോസ് ചെയ്യാൻ അറിയാം. പപ്പനി ക്ലോസ് ചെയ്തല്ലോ, സാറ് കേട്ടില്ലേ പറഞ്ഞത്? ഇതിനകത്ത് കള്ളന്മാരുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. കള്ളന്മാര് കമ്മ്യൂണിസ്റ്റ് അല്ല, കള്ളന്മാരെന്ന് പറയാൻ അവൻ കമ്മ്യൂണിസ്റ്റേ അല്ല, അവനെ ഞങ്ങൾ പുറത്താക്കാം. പിണറായി വിജയൻ അറിയാം. അതിനാ ഗോവിന്ദനെ കൊണ്ട് പറയിച്ചേ. പപ്പൻ മാത്രമല്ല, ചിലപ്പോൾ പ്രശാന്തും അകത്ത് പോകും, കടകംപള്ളിയും പോകും. അപ്പം ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക, ഒരുത്തനും ഇതിനകത്ത് നിൽക്കാൻ സ്ഥാനമില്ല. മോട്ടിച്ചവൻ അയ്യപ്പന്റെ ഒരു തരി സ്വർണ്ണം വെള്ളം അവർ നേരത്തെ ജാമ്യം എടുത്ത് വെച്ചേക്കുക. പക്ഷേ ജാമ്യം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നിൽക്കുന്ന പാർട്ടി കോൺഗ്രസ്. അവർക്ക് ഇതിനകത്ത് ഈ രീതിയിലുള്ള ഇടപെടി ഇപ്പം 98 തൊട്ടുള്ള അന്വേഷണം, പപ്പൻ പറഞ്ഞതുപോലെ 2004 പോറ്റിയെ കയറ്റിയത് ഒക്കെ ഇങ്ങനെ വിശദമായിട്ട് വരട്ടെ. ഈ പറഞ്ഞ ദ്വാരപാല ശില്പത്തെ വാതിൽപ്പടിക്കും അപ്പുറം നമ്മൾക്കറിയാവുന്ന ഒരു 18-ാം പടിയും അവര് കൊടിമരത്തിൻ്റെയും കാര്യം തന്നെ തലമുട്ടിത്തെറിക്കുന്നത്. ഇനി അവിടെ എന്തൊക്കെയുണ്ട്, ഏതൊക്കെ മണി അല്ല. യഥാർത്ഥത്തില് ഇതൊക്കെ മുഴുവൻ അന്വേഷണം നടത്തി അവിടെ എത്രമാത്രം സ്വത്തുണ്ടെന്നുള്ളതൊക്കെ ഇനിയെങ്കിലും അതൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി ഈ ധവളപത്രം എന്നൊക്കെ നമ്മൾ പറയുന്നത് അതേപോലെ ഒന്ന് ഇറക്കി ഈ കേരളത്തെ രക്ഷിച്ചാൽ ഈ വിശ്വാസികൾക്ക് ഇതൊരു പ്രശ്നമാണ്. കാരണം വിശ്വാസികള് അവിടെ ചെല്ലുമ്പോഴെങ്കിലും അവരുടെ ഉള്ളിലെങ്കിലും ഒരു പ്രശ്നം തോന്നില്ല. ഈ ഇവന്മാരെല്ലാരും ഇവരാണുള്ള തന്ത്രികൾ. തന്ത്രം പഠിച്ചവനാണ് തന്ത്രി എന്ന് പറയുന്നത്. ഈ സമയത്തും കൊള്ള നടക്കുക. കോടതി, ഹൈക്കോടതിയുടെ എല്ലാത്തിനും അവിടെ ഹൈക്കോടതി ഇടപെടണം. അതെ, ഇപ്പം ആടിയത് അല്ലെ. എന്തായാലും ഇപ്പോ താന്ത്രിക സമാജം പറഞ്ഞിരിക്കുന്നത് വാജിവാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ്. ദേവന്റെ സ്വത്ത് എങ്ങനെയാണ് തന്ത്രിക്ക് അവകാശപ്പെട്ടതെന്ന് കൂടി അവർ പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളത്. എന്തായാലും BJPയുടെയും കോൺഗ്രസിന്റെയും മൗനം അത്ര നല്ലതല്ല. മൗനം വെടിഞ്ഞ് കോൺഗ്രസിന് ഇനിയിപ്പോൾ എന്തായാലും പെട്ടുപോയി. ഇനി ഓരോ ദിവസം പുതിയ ആൾക്കാർ ആരൊക്കെയാണ് എന്നുള്ളത് പുറത്തു വരും. BJP ഇനിയും മൗനം പാലിച്ചാൽ അത് വരുന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടാൻ പോകുന്ന സോണിയാഗാന്ധി നിൽക്കുക. KC വേണുവാലും കരുതലില്ല. അതെ, കരുതലില്ല. ഈ രമേശ് ചെന്നിത്തലയാ കൊണ്ടുവന്നിരിക്കും. അതെ, അവരെയൊക്കെ കുടിക്കുന്നത് ചെന്നിത്തലയ്ക്ക് അതിൻ്റെതായ രാഷ്ട്രീയ മോഹങ്ങളും ഉണ്ടാകും. എന്തായാലും അത് നല്ലതിന് വേണ്ടിയിട്ടായതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളൊക്കെ ക്ഷമിക്കും. ഇനി BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഇപ്പോഴും മൗനം പാലിക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന അടി കുറച്ചുകൂടി ആക്കം കൂടെ ഉണ്ടാവുകയുള്ളൂ. തന്ത്രിക്കൊപ്പം നിൽക്കുന്നവരെല്ലാവരും കള്ളന്മാരെന്ന് തന്നെയാണ് കേരളത്തിലെ വിശ്വാസികൾ ചിന്തിക്കുന്നത്. BJPയുടെ രാഷ്ട്രീയം BJPക്ക് അറിയാമെങ്കിൽ ഈ വിഷയം കൊണ്ട് മാത്രം റോഡിൽ ഇറങ്ങിയാൽ മതി. കാരണം ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയപ്പോൾ ഏറ്റെടുത്തത് BJPയാണ്. BJPക്ക് ഗുണം ചെയ്തു. പക്ഷെ BJP എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല? BJPയുടെ മൗനം ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം.